ഹലോ അളിയൻസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ആകാശ് ബിയസ്മണിയർ. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിലേക്കൊരു ട്രിപ്പ് പോവാണ്. അതും ബൈക്കിലാണ് പോകുന്നത്. റംഷീദ് നമ്മുടെ കൂടെ ഉണ്ട്. നാട്ടിൽ നിന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ നിന്നാണ്. കാരണം അതിന് മുന്നത്തെ ക്ലിപ്പുകൾ കുറേയൊന്നും ഞാൻ എടുത്തില്ല. എടുത്തതൊക്കെ ഷോർട്ട് വീഡിയോയുടെ രീതി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 10:30 കൂടി ഇറങ്ങി. ഇറങ്ങിയപ്പം തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അവിടുന്ന് ഒരു 100 കിലോമീറ്ററോളം കണ്ടിന്യൂസ് മഴ നനഞ്ഞാണ് നമ്മൾ വന്നത്. നമ്മുടെ കയ്യിൽ റെയിൻകോട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. വലുതായിട്ട് നനയേണ്ടി വന്നില്ല. അങ്ങനെ നമ്മൾ 4:30 ആയപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലെത്തി. ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഓപ്പൺ ആയത് 6 മണിക്കാണ്. ആ 6 മണിക്കാണെങ്കിലും നല്ല കോടയും ഉണ്ടായിരുന്നു. ഒരുപാട് മൃഗങ്ങളെയും കാണാൻ പറ്റും. ഒരുപാട് മൃഗങ്ങൾ മീൻസ് കാട്ടുപോത്തിൻ്റെയൊക്കെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. പിന്നെ മാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുരങ്ങ്, മാൻ, അങ്ങനത്തെ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവിടെ വയനാട് റിസോർട്ടിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലൂബെൽ എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പം നമ്മളൊരു 10 മണിയായപ്പോഴത്തേക്കിനും അവിടെ എത്തി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുത്തായിരുന്നു. കാരണം അവർ കൊല്ലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് പയ്യെ എത്തി. അങ്ങനെ നമ്മൾ അൻഷാഹുലിനെ മീറ്റ് ചെയ്തു. അൻഷാഹുൽ നമ്മളെ കാത്തു വയ്ക്കുമായിരുന്നു. മേളിൽ താണ്ട് ബാക്കി 2 പേരുടെ ഉണ്ട്. നമ്മുടെ വാവക്കുട്ടനും സായും മേളിൽ തന്നെ കാറിൽ വെയിറ്റ് ചെയ്യണം. അവർ കാറിലാണ് വന്ന കേസ്. അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ബ്ലൂബെൽ റിസോർട്ടിലേക്ക്. റിസോർട്ടിൻ്റെ ആംബിയൻസും കാര്യങ്ങളും ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട് കാണാൻ. ഫ്രണ്ടിൽ ഇതാണ് റിസോർട്ടിൻ്റെ ഒരു ഫ്രണ്ട് എൻട്രൻസ് രീതിയൊക്കെ. നമ്മൾ പക്ഷേ ബുക്ക് ചെയ്തേക്കുന്നത് ഒരു ട്രീ ഹൗസാണ്. ട്രീ ഹൗസ് ഞാൻ ഉടനെ കാണിച്ചു തരാം. അപ്പുറത്താണ് ട്രീ ഹൗസ്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതുവരെ അകത്തേക്ക് കയറി പോയില്ല. അകത്തേക്ക് കയറി പോകണം. അവന്മാരെല്ലാം അകത്ത് കയറിപ്പോയി ലഗേജൊക്കെ വെക്കുന്നുണ്ട്. ഞാനപ്പോൾ ഫ്രണ്ടിലൊരു ക്ലിപ്പൊക്കെ എടുത്തിട്ട് നൈസായിട്ട് റിസപ്ഷനിലൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നേരെ മേളിലേക്ക് കയറി പോകും. അകത്തുള്ള റൂം വ്യൂ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ട്രീ ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഇങ്ങനെയാണ്. നല്ലൊരു ലുക്കുണ്ട്. ഈ ഒരെണ്ണം മാത്രമല്ല, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ടൊരു 7-8 ട്രീ ഹൗസ് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. കയറി പോകുമ്പോൾ വേരുകളുടെ ആകൃതിയിൽ. ഇതൊന്നും ഒറിജിനൽ അല്ല, ഇതൊക്കെ സിമെൻറ്റ് വെച്ച് ചെയ്തേക്കാണ്. പക്ഷെ കണ്ട പക്ക ഒറിജിനാലിറ്റിയാണ്. വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ നേരിട്ട് കണ്ടൊരിത് വെച്ചിട്ട് നേരിട്ട് കാണുമ്പം നമ്മളൊന്ന് പോയി തൊട്ടൊക്കെ നോക്കുമ്പോഴായിരുന്നു അത് വേരാണെന്നും വേരല്ല സിമെൻറ്റ് വെച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. ഇത്തിരി ദൂരം എന്ന് വെച്ചാൽ തൊട്ടടുത്തല്ല, ഇത്തിരി ദൂരം നിന്ന് കാണുമ്പം കറക്റ്റ് ഒരു മരത്തിലെന്തോ പണിഞ്ഞ് വെച്ചേക്കുന്നതാണ് കണ്ടായിരുന്നു. അതുകൊണ്ട് അതാണ് അപ്പുറത്ത് പറഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള. പിന്നെ വേറെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ആ ഒരു ഏരിയ മൊത്തം അവരുടെ കുറേ ഉണ്ട്. പക്ഷേ റൂം രീതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് റൂം. ഇതാണ് ആ ഒരു ബെഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ബെഡെല്ലാം നല്ല സൂപ്പർ ബെഡാണ്. അവന്മാർ ഇവിടെ വന്നിട്ട് നേരത്തെ കിടന്നിട്ട് ഇതും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ അവന്മാർ. അപ്പം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ളൊരു വ്യൂ ഇതാണ്. അത്യാവശ്യം വ്യൂ നല്ല രീതിയിലുണ്ട്, കൊള്ളാം. ഇൻട്രോ പറയാനും പറഞ്ഞ് ഫോൺ വാങ്ങിയാണ് വാവക്കുട്ടൻ ഇൻട്രോ വാങ്ങിച്ചിട്ട് എല്ലാവരും ഒന്ന് കറക്കി കാണിച്ചല്ലാണ്ട് ഒന്നും പറഞ്ഞില്ല. സായി പിന്നെ അപ്പുറത്തെ റൂമിൻ്റെ എന്തോ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ നമ്മൾ അവന്മാരെല്ലാം റൂമിലേക്ക് കയറിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് അൻഷാലിൻ്റെ ഒരു കുസൃതി. അവന്മാർ എന്നെയും കളിയാക്കിയിട്ട് അകത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചാനലിൻ്റെ പേര് ബ്രഹ്മൻ വ്ലോഗ്സ് എന്നാക്കാമെന്ന് വാവയുടെ ഒരു സജഷൻ അകത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കാണുന്ന സാധനം കിട്ടണ്ടേ? ബാത്റൂം ഉണ്ടോ നോക്കാൻ കഴിച്ച് നമുക്ക്. ഞാൻ ബാത്റൂമൊക്കെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് വാവക്കുട്ട അവിടെ നിന്ന് സജഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ റംഷീദ് ഇവിടെ കിടപ്പുണ്ട്. റംഷീദിനെ നമുക്ക് ഇനി കാണിക്കാൻ. നമ്മളിനി നേരെ പൂളിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ നമ്മൾ പൂൾ കണ്ടപ്പോൾ നേരെ പൂളിലേക്ക് ചാടി. പൂളിലാണെങ്കിൽ ഒരു ബോളും 2 ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാവക്കുട്ടനെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നിർത്തിയിട്ട് നമ്മൾ പിന്നെ എറിപ്പന്ത് അങ്ങോട്ട് തുടങ്ങി. എറിപ്പന്ത് തുടങ്ങിയപ്പോൾ അതിൽ അൻഷാലും റംഷീദും ഒരു ടീമായി, ഞാനും സായും ഒരു ടീമായിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങി. പിന്നെ എറിയായിരുന്നു. എറിയും ബോൾ പുറത്ത് പോകും. നല്ല എറിയായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കത്തെ വോയിസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഫുൾ ടൂറിന് ഞാൻ ആഡ് ചെയ്യേണ്ടി വരും. അൻഷാലൊക്കെ നല്ല തെറി വിളിക്കുന്നുണ്ട്. അൻഷാല് മാത്രമല്ല, എല്ലാവരും തെറി വിളിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും കൊല്ലംകാരാണല്ലോ. ഇതിൽ റംഷീദ് മാത്രമേ ഉള്ളൂ മലബാറുകാരൻ, കോഴിക്കോടുകാരൻ. അപ്പം ഇത് ഓക്കെയാണ്. ബാക്കി നമ്മുടെ വയലിനെല്ലാം സംസാരിക്കുമ്പോൾ തെറി വരും. കാരണം നമ്മൾ അത്രയും കംഫർട്ടായിട്ടുള്ളവർ ഇവിടെ ആകുമ്പം.
ഗൈസ് അഞ്ചാൾ അപ്പുറത്ത് വേണ്ട ബോളിൽ എടുക്കാൻ പോവുകയാണ്. ആരും ചെയ്യാത്ത സാഹസികമായ പ്രക്രിയയാണ് അഞ്ചാൾ ചെയ്യുന്നത്. ഒരുത്തന്മാർ ഇവിടെ ചെയ്യുന്നില്ല. എറിയണോ? ആകാശം എല്ലാം എടുത്ത് വെളിയിൽ എറിയുന്നുണ്ട്. അഞ്ചാൾ വീണ്ടും എടുത്ത് അകത്തോട്ടിരുന്നുണ്ട്. നാലടിയുണ്ട്. ഉള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു. അതിനുശേഷം നേരെ ഫുഡ് അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്.